നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സിഡ്ബിയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ എ അബ്ദുൽ ലത്തീഫ് സാറാണ്. നമസ്കാരം സർ. കാസിയയില് ഒരു അപ്പാർട്ട്മെന്റ് ചൂസ് ചെയ്യുന്ന ഒരാൾക്ക് എന്തൊക്കെ പ്രീമിയം അമ്യൂണിറ്റീസ് ആണ് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതെന്നൊന്ന് പറയാമോ? അതായത് ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് 40+ അമ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് പല രീതിയിലുമുള്ള ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പ്രായമായ ഒരാൾക്ക് ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ ആൾക്ക് അടിയന്തരമായി എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത്, അതല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ള ഒരാളുടെ സർവീസ് ആവശ്യം വരുന്ന സമയത്ത് ഇവിടെ ഒരു പാനിക് ബട്ടൺ ഉണ്ട്. ഈ പാനിക് ബട്ടൺ എന്ന് പറയുന്നത്, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കെയർ ടേക്കർ റൂമിലും സെക്യൂരിറ്റി റൂമിലും അലാറം അടിച്ചുകൊണ്ടിരിക്കും. അവർ വന്ന് അത് ഓഫ് ചെയ്യുവാനാണ് സാധിക്കും. അതല്ലാതെ ഇദ്ദേഹത്തിന് തനിച്ച് പിന്നെ പാനിക് ബട്ടൺ അമർത്തി ഓഫ് ചെയ്യാൻ സാധിക്കില്ല. ഈ അപ്പാർട്ട്മെൻറ്റ് 1 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് നമ്മൾ ഫ്രീ ആയിട്ട് ഫുള്ളി ഫർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിലോ മറ്റോ വരുന്നൊരു ബൈസ്റ്റാൻഡർ നിൽക്കാൻ സാധിക്കാത്ത അവസരത്തിൽ ഇവിടെയുള്ളൊരു അപ്പാർട്ട്മെൻറ്റ് ഓണർക്ക് വേണമെങ്കിൽ അത് വാടകയ്ക്ക് എടുക്കുക. ആ വാടക കിട്ടുന്നത് അസോസിയേഷൻ ആയിരിക്കും. അത് അങ്ങനെ ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ തന്നെയല്ല, ഒരു പുറമേ ആണെങ്കിൽ ജോഗിങ് ട്രാക്ക്, ഒരു എൽഡേഴ്സ് കോർണർ, കുട്ടികൾ കളിക്കാനുള്ള പ്ലേ ഏരിയ, ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും പുറത്തിറങ്ങി നടക്കാനും പുറത്തിറങ്ങി ഇരിക്കാനും അവർക്ക് ഉല്ലസിക്കാനും പ്രകൃതിയെ കണ്ട് ആസ്വദിക്കാനുമുള്ള ഒരു സൗകര്യമുള്ള ഒരു പ്രോജക്റ്റാണ് ഈ കാസിയ അപ്പാർട്ട്മെൻറ്റ്. അങ്ങനെ പറയുമ്പോൾ 70% ഓപ്പൺ സ്പേസ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് 70 സെൻറ്റ് സ്ഥലം ഓപ്പൺ സ്പേസാണ്.